ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലില്ലേ, ഇവിടെ കാതില്ല, ഒന്നും കൂടി കുത്തണം കേട്ടോ. ഇവിടെ കാത് ഏകദേശം ഒരു 8 മാസത്തോളമായി അടഞ്ഞു കിടക്കാന്ന്. ഇവിടെ കമ്മലിടാത്തതുകൊണ്ട് തന്നെ അത് ഫുൾ അടഞ്ഞു പോയി. അപ്പോൾ ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ കാത് കുത്താൻ പോകുന്നത് ഇതാ ഇവിടെ നമ്മളെ കണ്ണൂർ ചാലക്കുള്ള നക്ഷത്ര എന്ന് പറഞ്ഞ ജ്വല്ലറിയില്ലേ, അവിടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ വെച്ചാണ്. അപ്പം ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ടൂ വീലറിൽ ഇത്രയും ദൂരം പോകുന്നത്. വലിയ ദൂരമൊന്നുമില്ല, എന്നാലും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഓട്ടമുണ്ട് കേട്ടോ. താഴെ ചൊവ്വയാണോ മേലെ ചൊവ്വാന്നോ അറിയില്ല ഇവിടെ ഉള്ളത്, നക്ഷത്രം ഉള്ളത്. പിന്നെ ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് പോയതാട്ടോ. ഞാൻ അധികമൊന്നും ടൂ വീലർ എടുത്തിട്ട് എവിടെയും പോക്കില്ല. തലശ്ശേരി തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങലാണ് പതിവ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ദൂരം പോകുന്നത് കേട്ടോ. അങ്ങനെ ഗായ്സ്, നമ്മളിതാ സെക്യൂർ മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നക്ഷത്രം ഉള്ളത്. അപ്പോൾ ന്യൂ ഇയറും അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മളെത്തിയത് ഏകദേശം ഒരു 5:45 ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എക്സലേറ്ററിൽ മേലിൽ പോവാട്ടോ. ആക്ച്വലി ഇവളുടെ കാത് ഓൾറെഡി കുത്തിയതാണ്. അപ്പോൾ ഒരു 5-8 മാസമായിട്ട് ഇവൾ കമ്മലിടാത്തതുകൊണ്ട് തന്നെ കാതിൽ ഒട്ടും കീറുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ഒന്നുകൂടി കാത് കുത്താന്ന് അങ്ങനെ വന്നേട്ടാ. അപ്പോൾ നക്ഷത്രയിൽ എപ്പം നോക്കിയാലും ഫുള്ള് തിരക്കാണല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ കാത് കുത്തുന്നതന്നെ ആ ഒരു സീറ്റ് എപ്പോഴും ഒഴിഞ്ഞു നിൽക്കും. ദാ ആ ഒരു സീറ്റിലാണ് ഇവൾ ഇരുന്നിട്ടുള്ളത്, ആ മിഡിൽ പോർഷനിൽ. അപ്പോൾ നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ആമി പൊതുവേ ഒരു എന്താ പറയുക, ഒരു പേടിയാണ് നോക്ക് എല്ലാത്തിനും. അപ്പോൾ കാതുകുത്താൻ ആൾ വന്ന് അപ്പോൾ അവർ ചോദിച്ച് വീഡിയോ എടുക്കണം. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ എടുക്കാം. അങ്ങനെ അവരോട് ഓക്കെ പറഞ്ഞ് പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ, ഫ്രീ ആയിട്ടാ. അപ്പോൾ വീഡിയോ എടുത്തിന് കേട്ടോ. അപ്പോൾ ഇവൾ വിടുന്നേ ഇല്ല. ഇവളിങ്ങനെ ആ സാധനം ഒന്ന് അടുത്ത് വരുമ്പോൾ തന്നെ വേണ്ടാന്ന് പറയുന്നത് പേടിയിട്ട് അങ്ങനെ സമാധാനിപ്പിച്ചിട്ട് എടുത്ത കേട്ടോ. അപ്പോൾ ഇട്ടോക്കിയാലും ഓക്കെയാണ്. അപ്പോൾ ഒരു കാത് ഫുള്ളായിട്ട് അടഞ്ഞിനു, ഒരു കാത് അടഞ്ഞിട്ടില്ല. അങ്ങനെ അതിൽ കമ്മൽ ഇടയത്. പിന്നെ ഇതാ ഇതിൽ നമ്മൾ മറ്റേ എന്താ പറയുക, വെടിവെക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു കമ്മൽ തന്നെ 1 വീക്ക് ഇട്ടോന്ന് പറഞ്ഞവർ. പിന്നെയെന്ന് വെച്ചാൽ ഇവിടുന്ന് ഓൺ വോയിസ് ഇടാത്തതെന്ന് വെച്ചാൽ ഇവിടെ പാട്ട് വെച്ചിരിക്കാനും ഫിലിം സോങ്, അപ്പോൾ കോപ്പി റൈറ്റ്സ് വരില്ലേ, അതുകൊണ്ടാണ് കേട്ടോ പാട്ട് ഞാൻ ഓൺ വോയിസ് ആയിട്ട് വരേണ്ടത്. അങ്ങനെ കാതും കുത്തി നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് നക്ഷത്ര ജ്വല്ലറിയിൽ വരുന്നത്. ഒരുപാട് കാലിക്കറ്റ് ഉള്ളവരെ പോകണം എന്ന് വിചാരിക്കും, പക്ഷെ പോകാൻ പറ്റില്ല. അപ്പോൾ ഷംനീത്ത വന്ന സമയത്തും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി വരുന്നേരം ഇൻഷാ അല്ലാ കാണാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഓൾറെഡി സെക്യൂർ മാളിലാണല്ലോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാവശ്യമില്ലെങ്കിലും നമ്മൾ ഓരോ പീടിയ വെറുതെ ഇങ്ങനെ ഷോപ്പിൽ നോക്കുമല്ലോ.
അത് പിന്നെ നമ്മളെ പൊതുവേ ഉള്ളൊരു സംഭവമാണല്ലോ. ഒന്നും മേടിക്കുന്നില്ലെങ്കിൽ വെറുതെ അങ്ങനെ നിൽക്കാം. അങ്ങനെ 3rd ഫ്ലോറിൽ മോക്കിതാ ഇതുപോലത്തെ സ്റ്റേഷനറി, ക്യൂട്ട് സ്റ്റേഷനറി ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ അവിടുന്ന് അവൾ 2 സ്റ്റിക്കേഴ്സ് വാങ്ങി. പിന്നെ നല്ല നല്ല ക്യൂട്ട് ലാംപ്സ്, അത് ലാംപ്സിനൊക്കെ ഓഫറുണ്ട് കേട്ടോ. എത്രയോ ഓഫറുണ്ട്, ഞാൻ നോക്കിയില്ല. പിന്നെ നല്ല സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ച് അവിടെ നിന്ന് നേരെ ഇറങ്ങി. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ അതിനല്ലല്ലോ വന്നത്. പിന്നെയെന്ന് വെച്ചാൽ 2 വീലറിലായതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു തിരിച്ച് പോകുമ്പോൾ എത്ര മണിയാകും എന്നുള്ളത്. ഇപ്പം തന്നെ നോക്കുമ്പോൾ 6 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ നെസ്റ്റോലൊന്ന് കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഒന്ന് കയറി കേട്ടോ. അപ്പോൾ നെസ്റ്റോലും ഇപ്പം ഭയങ്കര ഓഫറാണ് നടക്കുന്നത്, നല്ല കില്ലർ ഓഫർ തന്നെയാണ് നടക്കുന്നത്. 1500 രൂപേൻ്റെ മേലിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ 5 കിലോൻ്റെ പഞ്ചസാര, അതായത് 179 രൂപയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, മൊത്തത്തിൽ ഓഫറാണ്. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ, അങ്ങനെ സംഭവമെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പർച്ചേസ് എല്ലാം ചെയ്തിട്ട് സമയം ഇപ്പോൾ 7:30 മണിയായി. നമ്മൾ വൈകുന്നേരം 5 മണിക്ക് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഉമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പേടിയാകുന്നുണ്ട്, ഉമ്മാനെ പോയിട്ട് എത്താലും കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പം പറയുന്നത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.